وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. ഏറെ സ്നേഹം നിറഞ്ഞ പ്രിയങ്കരായിട്ടുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, ദയാലുവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ദയാലുവായ അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങളിൽ സുപ്രധാനമായൊരു വിഷയവും ഖുർആൻ പരലോക വിഷയത്തെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആൻ എടുത്ത് നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അതിങ്ങനെ ഒരു കയറ്റം ഇറക്കം പോലെ പലതരത്തിലുള്ള വിഷയങ്ങളെ ഇങ്ങനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ, എന്തിനാണ് ഖുർആൻ പരലോകത്തെക്കുറിച്ചും പരലോകത്തിലെ സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചുമെല്ലാം എന്തിനാണ് ഖുർആൻ ഇത്രയും അധികം നമുക്ക് പറഞ്ഞു തരുന്നത്? എന്തിനാണ്? മനുഷ്യര് മറന്നു പോകുമെന്നുള്ളത് കൊണ്ടാണ്. പുതിയ കാലഘട്ടത്ത് പുതിയ വർഷത്തിന്റെ തുടക്കത്തിലാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത്. നമ്മുടെ വീടുകളിൽ പുതിയ കലണ്ടറുകൾ തൂക്കി വെച്ചു. നമ്മൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമുള്ളത് പാഴായി പോവുക എന്നുള്ളത് വളരെ വിഷമമേറിയ ഒരു സംഗതിയാണ്. കുറച്ച് വെള്ളം നമ്മൾ ഒരു ചെടിയിൽ ഒഴിക്കുന്നത് പോലെയല്ല ആ വെള്ളം നമ്മൾ വെറുതെ ചിന്തിക്കളയുന്നത്. നമുക്ക് തോന്നും ഇങ്ങനെ അത് പാഴായി പോയോ എന്നുള്ളത്. ഈ ഒരു പുതിയ വർഷത്തിലേക്ക് അതിന്റെ തുടക്കത്തിൽ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ ഏത് രംഗത്തുള്ള ആളുകളായിരുന്നാലും അവരവരുടെ ബിസിനസിനെ കുറിച്ചും അവരുടെ കച്ചവടത്തെ കുറിച്ചൊക്കെ ഒരു ഓഡിറ്റ് അവർ ചെയ്തിട്ടുണ്ടാവും. എന്ത് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത്. ഏത് മേഖലകളിലുള്ള ആളുകളായിരുന്നാലും അതവർ ചെയ്തിട്ടുണ്ടാവും. കാരണം മുന്നോട്ടുള്ള പോക്കിന് അത് ഉപകാരമാവും. എന്നാൽ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു വർഷകാലം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അതിങ്ങനെ കഴിഞ്ഞു പോയപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും അധികം ഖുർആൻ പരലോകത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോൾ വിശുദ്ധ ഖുർആൻ പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെയൊക്കെ അവസാനിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എത്രയോ സ്ഥലത്ത് ഖുർആൻ പറയുന്നുണ്ട്, മനുഷ്യരെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അറിയുന്നില്ലേ? ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്തിനാണ് ഖുർആൻ ഇങ്ങനെ ചിന്തയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പരലോക വിഷയങ്ങളെ അവസാനിപ്പിക്കുന്നത്? എന്തിനാണ്? അതാണ് ഈ ഹുതുബയുടെ ആകത്തുക. അതാണ് കഴിഞ്ഞൊരു വർഷകാലം നമ്മൾ ഒരു പുനർചിന്തനം, ഒരു പുനർവിചാരണം നമ്മൾ നടത്തിയോ എന്നുള്ളതാണ്. എല്ലാ രംഗത്തുള്ള ആളുകളും അവരുടെ കച്ചവട മേഖലകളിലെ ലാഭനഷ്ടങ്ങളെ കുറിച്ചും നഷ്ടമാണെങ്കിൽ അതിനെ നന്നാക്കാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം എന്നതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ മനുഷ്യന്റെ ആയുസ്സിനെ കുറിച്ചുള്ള ഒരു ചർച്ചയും ഈ ഒരു സമയത്ത് നടന്നു പോകേണ്ടതുണ്ട്.
ഓരോ മാസങ്ങൾ ചേർന്ന് വർഷങ്ങളാകുന്നു, ആഴ്ചകൾ ചേർന്ന് മാസങ്ങളാകുന്നു, ദിവസങ്ങൾ ചേർന്ന് ആഴ്ചകളാകുന്നു, മണിക്കൂറുകൾ ചേർന്ന് ദിവസങ്ങളാകുന്നു. സെക്കൻഡുകൾ വളരെ മൂല്യമുള്ളതാണ് എന്നാണ് ഈ സമയം കടന്നു പോകുമ്പോൾ നമ്മൾ അറിയേണ്ടത് എന്നുള്ളതാണ്. ഒരു സെക്കൻഡ് നഷ്ടമായാൽ നമ്മുടെ ജീവിതത്തിന്റെ, നമ്മുടെ ആയുസ്സിന്റെ ഒരു സെക്കൻഡാണ് പ്രിയപ്പെട്ടവർ നഷ്ടപ്പെടുന്നു പോകുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു സെക്കൻഡ് പോലും അനാവശ്യമായ മാർഗത്തിൽ സമയത്തെ ചെലവഴിക്കരുത് എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത്. കാരണം അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒന്നാണ് എന്നുള്ളതാണ്. സമയം എന്നുള്ളത് വളരെ സക്രിയമായി ഉപയോഗിച്ച് കർമ്മരംഗങ്ങളിൽ നന്മകളുടെ അടയാളപ്പെടുത്തലുകൾ ബാക്കി വെച്ചുകൊണ്ട് തിരിച്ചു പോകേണ്ട ഒരു ലോകത്തെക്കുറിച്ചാണ് ഖുർആൻ പറയുന്നത്. വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ. നിങ്ങളുടെ ഈ ഒരു പുഞ്ചിരിക്കുന്ന, ഇതല്ലെങ്കിൽ ഇവിടെ ലൈബു വ ലഹ്വുൻ, കളിയും വിനോദത്തിനേക്ക് അപ്പുറത്തേക്ക് ദുനിയാവിനെ കുറിച്ച് കളിയും വിനോദമാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഖുർആൻ നമ്മളോട് പറയുന്നത് ബാക്കിയാകുന്ന ലോകത്തെക്കുറിച്ചുള്ള ചിന്തയാണ് നിങ്ങൾക്കുണ്ടാകേണ്ടത്. വൽ ആഖിറത്തു ഖൈറു വ അബ്ഖാ. ബാക്കിയാവുന്നതിനെ കുറിച്ച് നിങ്ങൾ ഓർക്കണം എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ 1 മണിക്കൂർ നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും 15 ദിനരാത്രങ്ങൾ അയാൾ നന്മ ചെയ്തതുപോലെയാണ് അടയാളപ്പെടുത്തുക. 1 മണിക്കൂർ നന്മ ചെയ്താൽ ഒരു മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മകളാണോ തിന്മകളാണോ അധികം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഒരു പുനർചിന്ത നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. മൊത്തം നമ്മുടെ ഇപ്പോൾ ആയുസ്സൊന്ന് കണക്ക് നോക്കുക. നന്മയുടെ ഭാഗത്തേക്കാണോ തിന്മയുടെ ഭാഗത്തേക്കാണോ ഞാൻ കൂടുതലായിട്ട് എത്തിപ്പെടുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മരണം എന്ന് പറയുന്നത് ഏത് സമയത്തും നമ്മൾ അഭിമുഖീകരിക്കും. നമ്മളൊരു പ്രിയപ്പെട്ട ആളായിരുന്നു മരുതയിൽ നമ്മൾ താമസിച്ചിരുന്ന BP കുടുംബത്തിൽ ഒരാൾ കഴിഞ്ഞ ദിനം മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവും. പെട്ടെന്നാണ് രാത്രി കിടന്നുറങ്ങി രാവിലെ ആയപ്പോഴത്തേക്കും മരണപ്പെട്ട് കിടക്കുന്ന വാർത്തകൾ. ഇത് ഒന്നല്ല, ധാരാളം വാർത്തകൾ നമ്മളെ ഇങ്ങനെ മരണം ഇങ്ങനെ നമ്മളോട് ഇങ്ങനെ പറയുന്നത് എന്താണ്? നമ്മളൊക്കെ വിചാരിക്കുക ഒരു മരണം കാണുമ്പോൾ ഇല്ല എനിക്കിനിയും സമയമുണ്ട് എന്നാണ്. എന്നാൽ ഖുർആൻ പറയുന്നത് നോക്കൂ നിങ്ങൾ. വലികുല്ലി ഉമ്മത്തിൻ അജ്ലുൻ ഫഇദാ ജാഅ അജ്ലുഹും ലാ യസ്തഅഖിറൂന സഅത വലാ യുസ്തഖ്ദിമൂൻ. ഒരാളുടെ മരണം അല്ലാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ 1 സെക്കൻഡ് പോലും അല്ലാഹു അദ്ദേഹത്തിന് നീട്ടിക്കൊടുക്കുകയില്ല എന്നുള്ളതാണ്. നമ്മളൊക്കെ വിചാരിക്കുമല്ലോ, പല ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നാൽ നമ്മൾ പറയും ആ മനുഷ്യനൊക്കെ നാളൊക്കെ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റൂല എന്ന് പറയും. പക്ഷെ ആ മനുഷ്യനായിരിക്കും ഒരുപക്ഷെ ഒരുപാട് ആയുസ് ജീവിക്കുക. നമ്മൾ നേരെ തിരിച്ചു പറയുന്ന ആളുകളായിരിക്കും പെട്ടെന്ന് മരണപ്പെട്ടു പോവുക. എന്താണിത്? ഇത് നമ്മളോട് പറയുന്നത് എന്താണ്? ഏത് സമയത്തും അഭിമുഖീകരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഏത് സമയത്തും ഈ ഒരു ചിന്ത പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്കുണ്ടാവണം. നാളെ ഞാൻ പോകേണ്ടവനാണ്, നാളെ ഞാൻ പോകേണ്ടവനാണ്, ഏത് സമയത്തും ഇവിടെ നിന്ന് യാത്ര പറയേണ്ടവനാണ് ഞാൻ. ആ ഒരു ചിന്ത നമ്മുടെ അടുക്കലേക്ക് ഉണ്ടാവണം. പുതിയ വർഷം കടന്നു വരുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. കഴിഞ്ഞൊരു വർഷമായിട്ട് പോലും ഒരു ദിവസം പോലും സുബഹിയുടെ ജമാഅത്ത് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും ഈ ഇരിക്കുന്നതിൽ. ഒരു ദിവസം പോലും കിട്ടിയിട്ടുണ്ടാവില്ല. എത്രയോ അനുഗ്രഹങ്ങൾ അള്ളാഹുവിൻ്റെത് വാങ്ങുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ. കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. സുഖകരമായ അന്തരീക്ഷത്തിൽ കുടുംബം പോകുന്നു, മക്കൾ പോകുന്നു, പെട്ടെന്നുള്ള അപകടങ്ങളില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ ഇനിയും ലഭിക്കുമല്ലോ എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പുനർചിന്ത നടത്തേണ്ടതുണ്ട്. നമ്മുടെ ആയുസ്സിനെ കുറിച്ചൊരു ചിന്ത നന്മകളുടെ ഭാഗത്തേക്കാണോ അതല്ല തിന്മയുടെ ഭാഗത്തേക്കാണോ എന്നതിനെ കുറിച്ച് ആലോചിക്കണം. മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും ഓർക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ ഓർക്കുന്ന ആളുകൾക്കുള്ളൂ കഴിഞ്ഞു പോകുന്ന വർഷത്തെക്കുറിച്ച് ഒരു വേവലാതി ഉണ്ടാവുള്ളൂ. കഴിഞ്ഞു പോയല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആയുസ്സാണ് കടന്നു പോകുന്നത്. നമുക്ക് അല്ലാഹു നൽകിയ ഈ ദുനിയാവിന്റെ സമയമാണ് കടന്നു പോകുന്നത്. ആ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്. നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ എന്തൊരു അത്ഭുതമാണ്. ഒരു മനുഷ്യൻ, ഒരു കുഞ്ഞ്, ഒരു മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വരുന്നു എന്നുള്ളത് 9 മാസം മുൻപ് അറിയുകയാണ്. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു അട്ടയെപ്പോലെ ഒട്ടിക്കിടന്ന് അത് പിന്നെ അറിയുകയാണ് ഒരു കുഞ്ഞ് ഈ ലോകത്തേക്ക് വീഴുന്നു എന്നുള്ളതിന്, പ്രസവിച്ചു വരുന്നു, ഒരു കുഞ്ഞ് വരുന്നു എന്നുള്ളതിനെ കുറിച്ച്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഒരു സെക്കൻഡ് നേരത്തെ പോലും ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പോകുന്നു എന്നതിനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു തരുന്നില്ല.
ഏത് സമയത്തും നിങ്ങൾ അഭിമുഖീകരിക്കും. ആ അഭിമുഖീകരിക്കുന്ന നമ്മൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വ ഇന്ന ദുനിയാ ഖദ് വല്ലദ മുദ്ബിറ, ദുനിയാവ് അതിങ്ങനെ തീർന്നുകൊണ്ടിരിക്കും. സുഖങ്ങളും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും പുഞ്ചിരികളും സന്തോഷങ്ങളും ആനന്ദങ്ങളുമായിട്ട് ഇതിങ്ങനെ കടന്നു പോകും. പക്ഷേ വൽ ആഖിറത്തു മുഖ്ബില, പരലോകം എന്നുള്ളത് നമ്മൾ എങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. വളരെ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. നന്മ തിന്മകളെ വേർതിരിച്ച് നന്മയുടെ ഭാഗവാക്കാവാൻ നാം ശ്രമിക്കണം എന്നുള്ളതാണ്. വകൂനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തേക്കുള്ള ആളുകളാവണം. നിങ്ങൾ പരലോകത്തേക്കുള്ള ആളുകളാവണം. നിങ്ങൾ വലാ തകൂനു അബ്നാ അദ്ദുനിയ, നിങ്ങൾ ദുനിയാവിലേക്കുള്ള ആളുകളാവരുത്. അങ്ങനെയുണ്ട് ചില ആളുകൾ, ഒരു ദുനിയാവ് മതി അവർക്ക്, പരലോകത്തെ കുറിച്ച് വലിയ ബോധമൊന്നും ഉണ്ടാവില്ല. ഏത് ഹറാമിലും അവർക്ക് വലിയ പേടിയൊന്നും ഉണ്ടാവില്ല. കാരണം എന്താ? ഈ ലോകത്തിൽ മാത്രമുള്ള ഒരു സുഖം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ. വരാനിരിക്കുന്ന ഒരു ലോകത്തേക്കുള്ള അവിടത്തേക്കുള്ള ആളുകളാകണം എന്നാണ് ഖുർആൻ നമ്മളോട് പറയുന്നത്. അങ്ങനെ ആളുകളായിരുന്നു മഹാരഥന്മാരായ സ്വഹാബിമാർ. പരലോകത്തിന് ഏറെ മൂല്യം അവർ കണ്ടു. ദുനിയാവിനപ്പുറത്തേക്ക് പരലോകം എന്ന് കേൾക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് പോലും പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ പൊട്ടിക്കരയുന്ന സ്വഹാബിമാരുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുക്ക് അതിലേറെ പ്രാധാന്യം നിറഞ്ഞ ആളായിരുന്നു. ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരയുന്ന ഉമറിനെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. കഠിനമായ മനസ്സിന്റെ ഉടമയായിരുന്നു ഉമർ. ആ ഉമറായിരുന്നു പ്രവാചകന്റെ സദസ്സിൽ നിന്ന് ഖബറിനെ കുറിച്ചും പരലോകത്തെ കുറിച്ച് കേൾക്കുമ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ കരഞ്ഞു പോയിരുന്നത്. എന്താണ് അവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിയത്? എന്താണ്? മരണത്തെക്കുറിച്ചുള്ള ബോധമായിരുന്നു. പരലോകത്തുള്ള വിചാരണയെ കുറിച്ചായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ഓർമ്മയാണ് പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവേണ്ടത്. സൂറത്തുൽ മുഅ്മിനൂൻ എന്നൊരു അധ്യായമുണ്ട്, സൂറത്തുൽ മുഅ്മിനൂൻ. അതിൽ വിശ്വാസികളുടെ ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം 99-100 ആയത്തുകൾ നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കണം. നമ്മളെങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന വാക്കുകളാണത്. നമ്മളിങ്ങനെ മനുഷ്യ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന, ഇത്രയേ ഉള്ളൂ മനുഷ്യൻ, ഈ ദുനിയാവിന്റെ പളപളപ്പുകൾക്കപ്പുറത്തേക്ക് പരലോകത്തെ കുറിച്ചുള്ള ചിന്തകൾ മനുഷ്യ ഹൃദയത്തിൽ രൂഢമൂലമാക്കുന്ന ഒരു വചനമാണത്. ഖുർആൻ പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അടുത്തേക്കൊക്കെ ഒരു വിരുന്നുകാരനെ പോലെ വരുന്ന മരണമുണ്ടല്ലോ, ആ മരണം നിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ ഒരു മനുഷ്യന് പറയുന്ന വചനം എന്തെന്നോ, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ ഇതിൽ നിന്നൊന്നും എന്നെ മടക്കി തരുമോ എന്നുള്ളതാണ്. കാരണം പോകാൻ ആർക്കും ആഗ്രഹമില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ 70 വയസ്സ് കഴിഞ്ഞ ആളോട് ചോദിച്ചു നോക്കി, നിങ്ങൾ മരിച്ചു പോകേണ്ട കാക്കാർ നോക്കി, നിങ്ങൾ ഈ തമാശ അറിയുന്നവരെ, കാരണം ആഗ്രഹം ഇല്ലായിരിക്കും. അല്ലാഹു പറയുകയാണ്, ഖാല റബ്ബിർജിഊൻ, പടച്ചോനെ എന്നെ ഇതിൽ നിന്നൊന്നും മടക്കി തരുമെന്നോ ഒരു മനുഷ്യന്റെ അടുത്തേക്ക് മരണം വരുമ്പോൾ. എന്തിനാണ് മടക്കി തരുന്നോ? ഈ ദുനിയാവിന്റെ ഒരു ആഗ്രഹങ്ങൾക്കുമല്ല. എന്റെ ഒരു മകളുണ്ടേനി, അവളെ കെട്ടിച്ചിട്ട് വേണമെങ്കിൽ എന്റെ മരണത്തെ കൊണ്ടുപോയിക്കോ, അതിനാണോ? അല്ല. ഞാൻ ഏറെ ആഗ്രഹിച്ച, ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു സ്വത്തുണ്ടായിരുന്നു, അത് വിറ്റിട്ട് വേണമെങ്കിൽ എന്റെ മരണത്തെ കൊണ്ടുപോയിക്കോ, അല്ല. പിന്നെ എന്തിനാണെന്നോ? ആ നേരിയ സമയം ചോദിക്കുന്നത് എന്തിനാണോ? അല്ലാഹു പറയുകയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, അതിനാണ് ഈ മരണത്തെ അല്ലാഹുവിൽ നിന്ന് നമ്മൾ കെഞ്ചിച്ച് ചോദിക്കുകയാണ്, പടച്ചോനെ മടക്കി തരുമെന്ന് ചോദിച്ചത് എന്തിനാണോ? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ഇവിടെ വിട്ടേച്ച് പോയ ഒരുപാട് കർമ്മങ്ങളുണ്ട് റബ്ബേ, അതൊക്കെ ഒന്ന് ചെയ്യാനാണ്. നന്മകൾ ഒരുപാട് ഉണ്ടായിരുന്നു, ചെയ്യണം, ആഗ്രഹം ഉണ്ടായിരുന്നു, സുബൈക്കൊക്കെ പള്ളിക്ക് പോകണമെന്ന്. പക്ഷെ തോന്നും, പക്ഷെ ആ സമയമാകുമ്പോ പിന്നെയും കടന്നുറങ്ങും. ഒരുപാട് നന്മകൾ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഫക്കീറിനെ കണ്ടാൽ എന്തെങ്കിലും കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അപ്പോഴും കൊടുക്കാൻ സാധിച്ചില്ല. ഒരുപാട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഒന്നും ചെയ്തില്ല. ആ മനുഷ്യന്റെ അടുത്തേക്ക് മരണം വരുമ്പോൾ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുകയാണ്, ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, പടച്ചോനെ ഞാൻ വിട്ടേച്ച് പോയ ഒരുപാട് കർമ്മങ്ങളുണ്ട്, അതൊക്കെ ഒന്ന് ചെയ്തു കൂട്ടാനാണ്, അതൊക്കെ ഒന്ന് ചെയ്യാനാണ്. ആ മനുഷ്യനോട് അല്ലാഹു പറയുന്ന വാക്ക് എന്താന്നോ? കല്ലാന്ന. കല്ലാന്ന് പറഞ്ഞാൽ നെവർ എന്നാ, നോ എന്നല്ല. നോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നാണ്. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇല്ല എന്നാ, ഒരിക്കലും ഇനി വേണ്ട എന്നാ അല്ലാഹു പറയുന്നത്. അല്ലാഹു പറയുന്നത് എന്താണോ? കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു പറയുന്ന വാക്ക് എന്താണോ? ഹുവ ഖായിലുഹാ, കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ ഹുവ ഖായിലുഹാ, അത് നിന്റെ വെറും സംസാരമാണെന്ന് അല്ലാഹു പറയുന്നത്.
ഒരു പ്രസംഗമൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ അവന് തോന്നും ആഗ്രഹം ഉണ്ടാൽ ചെയ്യണമെന്ന്, പക്ഷെ ചെയ്യൂല. അതേ വചനം അല്ലാഹ് പറയുന്നത് കലിമത്തുൻ ഹുവ ഖായിലുഹ എന്നാണ്, അത് വെറുതെ പറയുകയാണ്. അള്ളാഹു മനുഷ്യനോട് പറയണ നീ വെറുതെ പറയുകയാണ്, നീ ഇനി ഒന്നും ചെയ്യുകയില്ല എന്നറിയാം. എന്നിട്ട് അള്ളാഹു മനുഷ്യനെ കൊണ്ടുപോകുന്നത് പിന്നെ അവൻ അള്ളാഹു കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ ഖബറിലേക്കാണ് എന്നുള്ളതാണ്. ഈ ചിന്തയാണ് നമുക്കുണ്ടാവേണ്ടത്, ഈ ഓർമ്മയാണ് നമുക്കുണ്ടാവേണ്ടത്. ഞാൻ എന്ത് ബാക്കി വെച്ചു ഇന്ന് മരിച്ചു പോകുമ്പോൾ? നാളെ രാവിലെ എന്നെ ഈ എടക്കര പള്ളിയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവരുമ്പോൾ പിന്നെ നമ്മൾ പോകുന്നത് ഒറ്റക്കുള്ളൊരു യാത്രയെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. എന്ത് ബാക്കി വെച്ചു പ്രിയപ്പെട്ടവരെ നമ്മൾ? ഖുർആൻ അതേ ചോദ്യമാണ് നമ്മളോട് ചോദിക്കുന്നത്. എന്ത് നിങ്ങൾ സമ്പാദിച്ചു എന്നുള്ളതാണ്. പൈസ ഉണ്ടാക്കി എന്നല്ല ചോദിച്ചത്. നാളേക്ക് വേണ്ടിയുള്ള സമ്പാദ്യം എന്താണ് നിങ്ങളുടെ അടുത്തേക്ക്? പറയാൻ കഴിയും നമുക്ക്. ഈ ഒരാഴ്ചയിൽ മുഴുവൻ സുബഹി എനിക്ക് കിട്ടിയിരുന്നു, നമസ്കാരത്തിൽ ശ്രദ്ധ ഞാൻ പുലർത്തിയിരുന്നു, ആളുകളോടുള്ള ഇടപെടലുകൾ എനിക്ക് നന്നാക്കിയിരുന്നു, മക്കളെ ഞാൻ ദീനിയായിട്ട് വളർത്താൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, എന്റെ ഭാര്യയുടെ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, ദീനീപരമായിട്ട് കുടുംബത്തെ കൊണ്ടുപോകുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു എന്ന് തുടങ്ങി ദീനീപരമായ വിഷയത്തിൽ ഏത് ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഒരുപാട് വിഷയത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നുണ്ട്. യുവത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്, യുവാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. നാളെ പരലോകത്ത് ഹർഷിന്റെ വിഭാഗത്തിൽ പെട്ടുപോകുന്ന 7 വിഭാഗത്തെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയതിൽ ഒന്ന് ഷാബുൻ എന്ന് പറഞ്ഞത് യുവാവിനെ കുറിച്ചാണ് പറഞ്ഞത്. ഷാബുൻ നശഅ ഫി ഇബാദത്തില്ലാ, പടച്ചോന് വേണ്ടി പണിയെടുക്കുന്ന ഒരു യുവാവ് എന്നാ പറഞ്ഞത്. പടച്ചോന് വേണ്ടി പണിയെടുക്കുന്ന ഈ ഒരു യുവാവ്. ആ യുവാക്കളിൽ നമ്മൾ എത്തിപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നന്മകളുടെ മേഖലയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇല്ല എങ്കിൽ പുതിയ വർഷങ്ങൾ കഴിയുമ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയണം. അടുത്തൊരു വർഷമാവുമ്പോഴത്തേക്കും എന്റെയൊക്കെ ഒരു ഇബാദത്ത് വിഷയങ്ങളിൽ നന്മയുടെ ഭാഗമാക്കാവാൻ എനിക്ക് സാധിക്കുമെന്ന് ഒരു തീരുമാനം നമ്മൾ എടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കഴിഞ്ഞു പോകുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരോഗ്യമാണ്, നമ്മുടെ ആരോഗ്യമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സിഹ്ഹതിക ഖബ്ല സുഅബിക, നഷ്ടപ്പെടുത്തി പോകുന്ന വാർദ്ധക്യത്തിന് മുന്നേ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ചെയ്തോളൂ എന്നാ പറഞ്ഞത്. ഊര കൊണ്ട് നമ്മൾ ആഗ്രഹിക്കും സുജൂദിൽ പോകണമെന്ന്, പക്ഷെ ഊര കൊണ്ട് കഴിയൂല. ഇങ്ങനത്തെ ഒരു സമയം ഇനി വരാനുണ്ട്. നമ്മൾ ആഗ്രഹിക്കും പള്ളിയിലേക്കൊക്കെ നടന്നു പോകണമെന്ന്, കഴിയൂല. വാഹനം എടുത്ത് പോകണമെന്ന് കരുതും, കഴിയൂല. ഇങ്ങനത്തെ ഒരു സമയത്തേക്ക് നമുക്ക് എത്തിപ്പെടാനുണ്ട്. അതിനു മുന്നേ നിങ്ങൾ നന്മകളുടെ മേഖലകൾ അടയാളപ്പെടുത്തിക്കൊള്ളൂ എന്നാ പറയുന്നത്. അങ്ങനെ അടയാളപ്പെടുത്തി ഒരുപാട് സ്വഹാബിമാര് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മഹുല്ലാഹ് 31-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടുപോയി. ചെറുപ്രായത്തില് യുവാവായപ്പോൾ മരണപ്പെട്ടു പോയാളാണ്. 2 വർഷകാലം മാത്രമായിരുന്നു അദ്ദേഹം ഖലീഫയായിട്ട് പ്രബോധനം ചെയ്തത്. സുന്ദരമായ ഭരണം നിർവഹിച്ചു. അള്ളാഹുലേക്ക് യാത്ര പോയി. ഒരുപാട് ആളുകൾ ഇവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് സ്വർഗമായിരുന്നു. ആ സ്വർഗത്തിന് വേണ്ടിയുള്ള ഒരു ലക്ഷ്യമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. ഖുർആൻ പറയുന്നത് എന്നാൽ മനുഷ്യർ അങ്ങനെയല്ല എന്നാ പറയുന്നത്. വൽ അസ്ർ, കാലത്തെ മുൻനിർത്തിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ് എന്നാ പറയുന്നത്. കുറച്ച് മനുഷ്യർ ഒഴികെ, ഇല്ലല്ലദീന ആമനു, വിശ്വാസികൾ ഒഴികെ, വഅമിലുസ് സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ, വിശ്വാസികളും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവരും ഒഴികെ എന്ന് അള്ളാഹു പറയുന്നത്. ആ വിശ്വാസികൾ നമുക്ക് എത്തിപ്പെടാൻ കഴിയുന്നുണ്ടോ? വിശ്വാസം നമുക്കൊക്കെ ഉണ്ട്. അള്ളാഹുവിലെ വിശ്വാസം ഇല്ലാത്തവരായിട്ട് ആരും കൂട്ടത്തിലില്ല. എങ്ങനെ അള്ളാഹുവിലെ വിശ്വാസം ഉണ്ടാവേണ്ടത്? എന്നെ എല്ലാം ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, എന്നെ പതിയിരുന്ന് എന്റെ റബ്ബ് വീക്ഷിക്കുന്നുണ്ട്, എന്നെ വീക്ഷിക്കുന്നുണ്ട് എന്റെ റബ്ബ്. ആ പതിയിരുന്ന് വീക്ഷിക്കുന്ന റബ്ബിന്റെ അടുത്തേക്ക് നല്ല കർമ്മങ്ങളുമായിട്ട് എനിക്ക് പോവാൻ നമുക്ക് കഴിയണമെന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയണമെന്നുള്ളതാണ്. ഒരു കുതിരയെ കുറിച്ച് ഒരു വിശുദ്ധ ഖുർആനിലൊരു അധ്യായത്തിലൂടെ പറയുന്നുണ്ട്. ഒരു കുതിര, വളരെ ചെറിയ ഭക്ഷണമേ ആ കുതിരക്ക് കൊടുക്കുന്നുള്ളൂ. പക്ഷെ ആ കുതിര തന്റെ യജമാനന് വേണ്ടി എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാണ്. യുദ്ധക്കളത്തിലേക്ക് കല്ലുകളിൽ തീപ്പൊരി പാറിപ്പിച്ചുകൊണ്ട് ആ കുതിര പോവുകയാണ്. ആ കുതിര തന്റെ യജമാനന് വേണ്ടിയുള്ള എല്ലാം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂത്. കുതിരയെ പോലെയല്ല മനുഷ്യൻ. കുതിരൻ തന്റെ യജമാനന് വേണ്ടി ഒരുപാട് നന്ദി ചെയ്തിട്ട്
പിന്നെ അല്ലാഹു മനുഷ്യനെ കുറിച്ച് ഒരു ഒറ്റ വാക്കിൽ ഒതുക്കി പറയുകയാണ്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ അങ്ങനെയല്ല, അവൻ നന്ദി കെട്ടവനാണ് എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ വായു ശ്വസിച്ച്, അവന്റെ വെള്ളം കുടിച്ച്, അവൻ തന്ന അനുഗ്രഹങ്ങൾ മുഴുവൻ വാരിക്കോരി തന്ന അള്ളാഹുവിന് മുന്നിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ അവന് സമയമില്ല. യാത്രയിൽ പോലും നമസ്കാരങ്ങൾ ഒഴിവാക്കപ്പെടുന്നു. അവളുടെ മക്കൾ ദീനിപരമായിട്ട് വളരുന്നില്ലേ, മാതാപിതാക്കൾക്കാണ് ഫാൾട്ട്, അത് ശ്രദ്ധിക്കുന്നില്ല അവര്. തുടങ്ങിയ ഒരുപാട് വിഷയങ്ങളിൽ മനുഷ്യർ അള്ളാഹുവിന്റെ നന്ദി വാങ്ങിക്കൂട്ടിയിട്ട് അതിന് തിരിച്ചു കൊടുക്കാൻ റബ്ബിന് കഴിയുന്നില്ല. അവിടെ കുറിച്ച് അള്ളാഹു പറയുന്നത്, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ നന്ദി കെട്ടവനാണ് എന്ന് അള്ളാഹു പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ സമയത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമുക്ക് അള്ളാഹു ഈ ദുനിയാവിൽ നൽകിയ സമയത്തെ വളരെ ഭംഗിയായിട്ട് തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് പിറന്നു വീണ സമയത്ത് എത്രയോ ചുറ്റുമുള്ള ആളുകൾ പുഞ്ചിരിച്ചിരുന്നു. കാരണം എന്താ? ഒരു അതിഥി വരികയാണ്. ആ അതിഥിയെ സ്വീകരിക്കാനുള്ള പുഞ്ചിരിയാടപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തേക്ക് വന്നത്. എന്നാൽ തിരിച്ച് നാളെ റബ്ബിലേക്ക് ഏത് സമയത്തും യാത്ര പറയേണ്ട നമ്മൾ തിരിച്ച് റബ്ബിലേക്ക് പോകുമ്പോൾ കുടുംബവും വേണ്ടപ്പെട്ടവരും ബന്ധുക്കളും എല്ലാവരും കരയുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് റബ്ബിലേക്ക് പോവാൻ നമുക്ക് കഴിയണം. അതിനെന്തു വേണം? സമയത്തെ കുറിച്ചുള്ള ഓർമ്മ വേണം. മാസങ്ങള് പെട്ടെന്ന് തീർന്നു പോവുകയാണ്. നമുക്കുണ്ടാവേണ്ടത് എന്താണ്? സാലറി പെട്ടെന്ന് കയറുമെന്നല്ല വേണ്ടത്. അതിനപ്പുറത്തേക്ക് പടച്ചോനിലേക്കുള്ള സാലറി എത്രമാത്രം എനിക്ക് കൂട്ടാൻ കഴിഞ്ഞു, എന്റെ റബ്ബിങ്കിലേക്കുള്ള കർമ്മങ്ങളുടെ ഭാരം എത്രമാത്രം എനിക്ക് ഉയർത്താൻ കഴിഞ്ഞു, അതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അങ്ങനെ ആലോചിക്കണമെന്നാ ഖുർആൻ പറയുന്നത്. അതുകൊണ്ടാണ് ഖുർആൻ പരലോകത്തെ കുറിച്ച് ധാരാളമായിട്ട് നമുക്ക് പറയുന്നത്. ധാരാളമായി ഖുർആൻ നമുക്ക് പരലോകത്തെ കുറിച്ച് പറഞ്ഞു തരുന്നത് മനുഷ്യൻ ഇത് മറക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ സമയത്തെ കൃത്യമായിട്ട് നമുക്ക് അള്ളാഹുലേക്ക് തിരിച്ചേൽപ്പിക്കാൻ നമുക്ക് കഴിയണം. കൃത്യമായിട്ട് നമുക്ക് ഏൽപ്പിക്കാൻ കഴിയണം. അങ്ങനെ ലഭിക്കുന്ന ആളുകളെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. വിശ്വാസികളായ ആളുകൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആ വിജയിച്ചു കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് നമ്മളെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഇന്ന് ഞാനിവിടെ മരിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അവസ്ഥ? നമ്മളെ നാളെ പള്ളിക്കാട്ടിലേക്ക് വെച്ചുകൊണ്ട് തിരിച്ചു പോരുന്ന ഒരു സമയത്ത് നമ്മൾ മാത്രം തുണയായി നിൽക്കുന്ന ഒരു സമയമുണ്ട്, അവിടെ ഒരു നേരമുണ്ട്. അവിടെ ചില മലക്കുകൾ കടന്നു വരും, ചില ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും. മൻ റബ്ബുക, മൻ ഇമാമുക, നിന്റെ ദീനേതാ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവിടെ കൃത്യമായിട്ട് മറുപടി പറയണമെങ്കിൽ അല്ലാഹു റബ്ബി, എന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയാൻ ഒരാൾക്ക് കഴിയണമെങ്കിൽ അത് മരിച്ചു കഴിഞ്ഞിട്ട് മറവ് ചെയ്തിട്ട് അതിന്റെ അടുത്ത് നിന്നൊരു മൗലവി പറഞ്ഞിട്ട് കാര്യമില്ല, പറയില്ല. അത് പറയണമെങ്കിൽ ജീവിതം പടച്ച റബ്ബിലേക്ക് സമർപ്പിക്കാൻ കഴിയണം. അപ്പോഴാണ് പറയുക അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്നൊരാൾക്ക് പറയാൻ കഴിയുക. അതിന് ഈ ദുനിയാവിനെ അതിന് പ്രയോജനപ്പെടുത്തണം. കടന്നു പോകുന്ന സമയത്തെ കുറിച്ച് ഒരു ഓർമ്മ വേണം. നമസ്കാരങ്ങളിൽ, ഇബാദത്തുകളിൽ, എല്ലാ തലങ്ങളിലേക്കും ആ ഒരു ചിന്തയും ഓർമ്മയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് മാറുകയുള്ളൂ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുന്നത് അല്ലാഹു അവർക്ക് വിജയമാണ് എന്നുള്ളതാണ്. ആ ഇനത്തിൽ പെട്ടുപോകാനും നല്ല കർമ്മങ്ങളുമായിട്ട് നല്ല സമയത്തെ സക്രിയമായി ഉപയോഗിക്കുന്ന നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.